തിരുവനന്തപുരം കള്ളിക്കാട് നെയ്യാർ ഡാമിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹലോ. ഞാനിന്നൊരു മാരേജിന് പോയിട്ട് നമ്മൾ നെയ്യാർ ഡാം വഴിയാണ് തിരിച്ച് എനിക്ക് വീട്ടിലോട്ട് പോവേണ്ടത്. എൻ്റെ വീട് നെയ്യാർ ഡാമിൻ്റെ അടുത്തായിട്ടല്ല, ഈ വഴിയാണ് എനിക്ക് വീട്ടിലോട്ട് പോകാൻ. അതുകൊണ്ട് ഈ ഒരു വ്യൂ കണ്ടപ്പോൾ ഞാൻ ഇറങ്ങിയതാണ്. എന്തായാലും ഡാമിൻ്റെ ഉള്ളിലോട്ടൊന്നും ഞാൻ പോയില്ല. ഞാൻ ഈ ഒരു ഭാഗത്ത് ഇതിൻ്റെ ഒരു വ്യൂ കണ്ടപ്പോൾ ഇറങ്ങിയതാണ്. നല്ല വെയിലുണ്ട്, കാരണം ഇപ്പോൾ ഒരു സമയം 2 മണിയൊക്കെ ആയി കാണും. അതുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ടായിരുന്നു. നല്ല വേനൽ സമയം കൂടി ആയതുകൊണ്ട് വെള്ളമെല്ലാം നല്ല രീതിയിൽ കുറവായിരുന്നു, കണ്ടാൽ അറിയാം. അപ്പോൾ എന്തായാലും ഈ ഒരു വ്യൂ കണ്ടിട്ട് ഇറങ്ങിയതാണ്. നിങ്ങൾ ഇത് നമ്മുടെ കറക്റ്റ് നെയ്യാർ ഡാമല്ല, നെയ്യാർ ഡാമിൻ്റെ മറ്റൊരു സൈഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇത് നമ്മൾ വെള്ളത്തിലോട്ട് പോകാറ്. അതെ, ഇതൊക്കെ അപ്പോൾ വെള്ളത്തിൻ്റെ കാര്യം കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, നല്ല കണ്ണാടി ഗ്ലാസ് പോലെ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അതിൽ ഒരുപാട് കുഞ്ഞു കുഞ്ഞു മീനുകളുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇതിലൊന്നും ഇറങ്ങാൻ ഞാൻ ഒരിക്കലും പറയില്ല, കാരണം എനിക്കറിയില്ല. ഇപ്പോൾ വേനലായതുകൊണ്ടാണ് ഇത്രയും വെള്ളം കുറവ്. അപ്പോൾ നല്ല വെള്ളമുള്ള സമയത്തൊന്നും ഇങ്ങോട്ടൊന്നും വന്ന് കുളിക്കുകയൊന്നും ചെയ്യരുത്. പിന്നെ ഈ വഴി ഞാൻ എന്താ പറയുക, എനിക്ക് ഈ വഴി വീട്ടിൽ പോകേണ്ട സ്ഥലവും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ വഴി പോകുമ്പം ഒരുപാട് ടൂറിസ്റ്റ് ആയാലും ഇവിടെ അടുത്തുള്ള ആൾക്കാരായാലും ഇവിടെ വന്ന് കുളിക്കുന്നതും ഫോട്ടോ എടുക്കുന്നതും, പിന്നെ ഈവനിങ് സമയത്ത് അവിടെ ഒരു കുഞ്ഞു മതിൽ പോലത്തെ ഒരു സംഭവമുണ്ട്, അവിടെ വന്ന് എല്ലാവരും ഇരിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. വീഡിയോ എടുത്തിരുന്നത് വീഡിയോ എടുത്തത് അജിത് ചേട്ടനാണ്. ചേട്ടനും കല്യാണത്തിന് പോയിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകുമായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് ഇവിടെ ഒന്ന് ഇറങ്ങി എടുത്തുതരാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ചേട്ടൻ ഞങ്ങളുടെ നൈബറാണ്, പിന്നെ എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സാണ്. ചേട്ടൻ്റെ ഒരു അനിയനുണ്ട്, അജിൻ ചേട്ടൻ. പിന്നെ ചേട്ടൻ ഇപ്പോൾ ആർമിയിൽ പോയിട്ട് ഇപ്പോൾ ലീവിന് വന്നതാണ്. അതിനുശേഷം ചേട്ടൻ പോയി. ഞങ്ങൾ 2 ഫോട്ടോയൊക്കെ എടുത്തിട്ട് നമ്മൾ വൈൽഡ് ലൈഫിലോട്ട് വന്നു. ഇവിടെ വേറെ ഒന്നിനുമല്ല, നമ്മൾ അകത്തൊന്നും കയറിയില്ല. നമ്മളിവിടെ വന്ന എന്തിനാന്ന് വെച്ചാൽ ഞങ്ങൾ ഉപ്പിലിട്ടത് വാങ്ങിക്കാൻ വന്നതാണ്. ഇതാ കണ്ടോ, എൻ്റെ കയ്യിലിരിക്കുന്ന കണ്ടോ. എനിക്ക് അനിയത്തിക്ക് ഉപ്പിലിട്ട മാങ്ങയൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. ഞങ്ങൾക്ക് ഈ കട ഫുള്ളായിട്ട് എടുത്ത് തന്നാലും ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോകും, പക്ഷെ അമ്മ എനിക്ക് വാങ്ങിച്ചു തന്നില്ല. പിന്നെ ഇവിടെ ലൗലോലിക്ക, കാരയ്ക്ക, ഉപ്പിലിട്ട മാങ്ങ, നെല്ലിക്ക, ജാമ്പയ്ക്ക ഇതൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫുൾ മാങ്ങ ഉപ്പിലിട്ടത് വാങ്ങിച്ചു. ഞാൻ ഇവിടെ എപ്പോൾ വന്നാലും ഉപ്പിലിട്ടത് കിട്ടാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് സീസണിൽ ഇവിടെ വന്നാലും നിങ്ങൾക്ക് ഉപ്പിലിട്ട മാങ്ങയിലും എല്ലാം കിട്ടും. പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി. അപ്പോഴാണ് റോഡ് സൈഡിൽ നിറയെ പൂത്ത് ഭ്രാന്ത് പിടിച്ച് നിൽക്കുന്ന കണിക്കൊന്ന കണ്ടത്. അപ്പോൾ എന്തായാലും ഞാൻ ഓടിച്ചെന്ന് പറിച്ചു, കാരണം എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. നിങ്ങൾക്ക് എൻ്റെ മുഖം കണ്ടാൽ അറിയാം, എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം വേറെ ഒന്നുമില്ല, വിഷുവിൻ്റെ 2 ദിവസം മുമ്പ് വരെ എനിക്ക് ഫോട്ടോയ്ക്കൊക്കെ വേണ്ടി ഞാൻ ഈ കണിക്കൊന്നയ്ക്ക് വേണ്ടി ഞാൻ നടന്നു. നിങ്ങൾക്ക് ആ വിഷു സമയത്ത് കണ്ടാൽ അറിയാം, ഞാൻ തോട്ടയൊക്കെ വെച്ച് കഷ്ടപ്പെട്ടാണ് ഒരു കൊത്തെങ്കിലും നമുക്ക് കണിക്ക് വയ്ക്കാൻ കൂടെ കിട്ടിയത്. ആ സമയത്ത് ദാ ഇവിടെ നിറയെ ഇപ്പം ആർക്കും വേണ്ട, അതുകൊണ്ട് ഇപ്പം നിറയെ പൂത്ത് നിൽക്കുന്നു റോഡിൽ. എന്താ പറയുക, നമുക്ക് കൈ ഇങ്ങനെ എത്തിപ്പറിക്കാവുന്നതേ ഉള്ളൂ, അത്രയ്ക്ക്. ആ സമയത്തൊക്കെ ഞാനൊന്ന് എത്തിപ്പറിക്കാൻ പെട്ട പാട് എനിക്കേ അറിയാവൂ. ഞാൻ ഒരുപാട് നോക്കിയിട്ട് കിട്ടിയത് ഇത്രയും, അതും വാടിക്കുഴഞ്ഞ്. ഇപ്പോൾ ഇവിടെ നല്ല രീതിയിൽ പൂത്ത് ശരിക്കാണെങ്കിൽ ഇങ്ങനെ കൈയൊക്കെ ഒരുമാതിരി വന്നു. ഞാൻ ഒരുപാട് പൂ പറിച്ചു, എനിക്ക് ഒരുപാട് ഹാപ്പി ആയിരുന്നു. എനിക്ക് അത് കണ്ടപ്പോൾ തൊട്ട് എന്തോ ഒരു മനസ്സിനൊരു ഭയങ്കര സന്തോഷമായിരുന്നു. അന്ന് വിഷുവിൻ്റെ അന്ന് തോട്ടയിട്ട് കിടന്ന് കഷ്ടപ്പെട്ട് പറിച്ചിട്ട് പോലും എനിക്ക് ഇത്രയും പൂ കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് കയ്യിൽ കിട്ടാൻ പറ്റുന്ന അത്രയും ഞാൻ പൂ പറിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ലൈക്കും കമൻറ്റുമാണ് എനിക്കിനി ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഏക ആശ്രയം. അതുകൊണ്ട് നിങ്ങളൊന്ന് എന്താ പറയുക, കമൻ്റ് ഇട്ട് അതൊന്ന് പറയുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ ബൈ.